ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖമില്ല. ഇപ്പൊ ഞാനും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഒരു ക്യൂവാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ വേറെ ഒന്നുമല്ല, ഇൻസ്റ്റയിൽ ഈ ഒരു സ്റ്റോറി ഇട്ട സമയത്ത് അപ്പം എനിക്കറിയാവുന്നൊരു കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറെ ചോദ്യങ്ങൾ എന്നെ അറിയാമെന്നറിയാകുമ്പോൾ അവർക്ക് അറിയാൻ എന്തെങ്കിലുമൊക്കെ ഒരു മോഹം കാണുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് എല്ലാവർക്കും ഞാൻ ഒരേണക്ക് ആൻസറൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ കുറേ പേര് ചോദിച്ചതിനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചൊരു ക്യൂവാനെ അങ്ങ് ചെയ്തേക്കാൻ. അങ്ങനെ ഞാൻ ഇതാ ഇന്നോ മുമ്പിൽ കുറേ നാൾക്ക് ശേഷം വന്നേക്കുവാണ്. എല്ലാവരും സുഖമൊക്കെ ആണല്ലോ. ചൂടൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു. നല്ല ചൂടുണ്ട്. അപ്പം നമുക്ക് നേരെ വീട്ടിലോ. ഇനി ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പം എത്ര മാസമായെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്കിപ്പോൾ 6 കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നി 6 മാസം പോകാനാണ് ഭയങ്കര കഷ്ടപ്പാടും. ഇത്രയും ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോലത്തെ ഇപ്പം വരെ എനിക്ക് നല്ല സ്പീഡിനെ പോകും. പക്ഷേ 6 പോകാൻ നല്ല പാടുണ്ട്. അതങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഇതാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഇപ്പം രണ്ടാമതൊരാൾ ചോദിച്ചിട്ടുള്ളതെന്ന് സിംറ്റംസ് ഒക്കെ എങ്ങനായിരുന്നു എന്നാണ്. അപ്പം ഞാൻ ഏത് സിംറ്റംസ് പറയണേ, എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ വെച്ച് കമ്പയർ ചെയ്യണോ, ഇത് വെച്ച് മാത്രം പറഞ്ഞാൽ മതിയോ? ഞാൻ എൻ്റെ മോൻ്റെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് മുതലേ ഫുള്ള് ഹാപ്പി, എൻജോയ് എന്നോ ഭയങ്കര ഒരു പ്രശ്നമില്ലാതെ ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇതിലെന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ ഇതായിപ്പം എനിക്ക് 3rd തുടങ്ങിയിട്ടില്ല. അതെ, ഫസ്റ്റ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഒരു 3 മന്ത് കഴിയുന്നത് 3 മന്ത് അല്ല, ഒരു 4 മന്ത് വരെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. അപ്പം കുറച്ച് എനിക്ക് ഛർദിയും BP കുറവും എപ്പോഴും കിടത്തയും ക്ഷീണവും റെസ്റ്റും അങ്ങനെയൊക്കെ തന്നെ ഫുള്ള് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇത് അങ്ങനെ ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് എന്നും പറഞ്ഞ് ഇപ്പം അത്രയും പ്രശ്നമൊന്നും എനിക്കില്ല. ബട്ട് സ്ലോലി ഞാനിപ്പോൾ ബെറ്ററായിട്ട് വരുന്നുണ്ട്. അടുത്ത് ചോദിച്ചിട്ടുള്ള ക്രേവിങ്സ് ഒക്കെ എന്തൊക്കെയാണെന്നാ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തിന്നാൻ പോകുന്നതായിരിക്കത്തില്ല നാളെ എനിക്ക് കഴിക്കാൻ തോന്നുന്നത്. അപ്പം നാളെ കഴിക്കാൻ തോന്നുന്നത് പിന്നെ എനിക്ക് കഴിക്കാനേ തോന്നത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് ഫസ്റ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ചോക്ലേറ്റ്, ഐസ്ക്രീം അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും കഴിക്കുന്നില്ല. അതുമല്ല, എനിക്കിപ്പം ഷുഗർ ടെസ്റ്റ് ചെയ്യാനും തന്നിട്ടുണ്ട്. അപ്പം അതും കൂടെ പേടിച്ച് ഇപ്പോൾ ഒട്ടും കഴിക്കാറില്ല. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ കുറേ ഉപ്പും മുളകും മാങ്ങയും അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിൽ അങ്ങനെ കഴിക്കും, ഓവറായിട്ട് കഴിക്കത്തില്ല. എന്തുവേണം, സ്വീറ്റ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത്രയേ ഉള്ളൂ. ഇതെന്നെ അറിയാവുന്ന ഒരാളാണ് എന്തൊക്കെ ചോദിച്ചിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെൻഡർ അറിയാമോ? അത് ഇത് എൻ്റെ അടുത്ത് ചോദിക്കാൻ കാരണം, ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നത് ഇത് ബേബി ബോയ് ആണ്, അത് കൺഫേം ആണ്, എനിക്ക് ഉറപ്പാണ്. അതുപോലെ എനിക്ക് ബേബി ബോയ് വന്നത് കൊണ്ടായിരിക്കും ഇപ്പം ജെൻഡർ ഇതിനും അറിയാവോ എന്ന് ചോദിച്ചിരിക്കുക. അപ്പം നല്ലൊരു ക്വസ്റ്റ്യനാണ്. എനിക്ക് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഹെൽത്തി ബേബി കിട്ടണമെന്നാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല, എനിക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി കിട്ടണം, അത്രയേ ഉള്ളൂ. കാരണം കുറച്ച് പേർക്ക് അറിയായിരിക്കും. അപ്പം എൻ്റെ നെഗറ്റീവാണ്, ഹസ്ബൻഡ് പോസിറ്റീവാണ് ബ്ലഡ്. അപ്പം ആ ഒരു പ്രശ്നമൊക്കെ വെച്ചിട്ട് സെക്കൻഡ് ബേബിക്ക് എന്തൊക്കെയോ ഉണ്ട്, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഡോക്ടറും ഇതേണക്ക് കുറച്ച് ടെസ്റ്റുകൾക്കൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ആഗ്രഹമൊക്കെ ഒന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞൊരു ഹെൽത്തി ബേബി, അത്രയേ ഉള്ളൂ. അടുത്തൊരാൾ ചോദിച്ചിട്ടുള്ള പേടിയുണ്ടോയെന്ന്, ഡെലിവറിക്ക് പേടിയുണ്ടോയെന്നായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പെയിന് വരുന്നത് ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴും ബേബി വരും. അപ്പം സിസ്റ്റർമാർ പറയും സമയമായിട്ടില്ല, സമയം ഇനിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമാധാനിക്കും. അപ്പം നമ്മളെന്താ ചെയ്യും, ഇനിയും വെയിറ്റ് ചെയ്തിരിക്കും. ഇനി സമയമുണ്ട്, ബേബി വരെ ഇനി സമയമുണ്ട് എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ ഇപ്പം നമുക്കറിയാം എങ്ങനെയാണ് പെയിൻ, എപ്പോഴൊക്കെയാണ് പെയിൻ വരുന്നത്. അതുകൊണ്ട് എങ്ങനെ ആവുമെന്നും ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ആവുമ്പോൾ അറിഞ്ഞിട്ടില്ല, സെക്കൻഡ് നല്ല പേടിയുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക, അത്രയുള്ള പറയാൻ. ഡോക്ടറിനെയൊക്കെ കാണാൻ പോകാറുണ്ട്, ഡോക്ടർ വിസിറ്റ്. ഡോക്ടറിനെയൊക്കെ കാണാൻ പോകാറുണ്ട്.
മാസത്തിൽ ഇപ്പോൾ ഒരു വട്ടം പോയാൽ മതിയല്ലോ. പിന്നെ സ്കാനിങ്, ബ്ലഡ് ടെസ്റ്റ്, പിന്നെ എന്തെങ്കിലും വയ്യായ്മയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവാറുള്ളൂ. വേറൊന്നും ഞാൻ അങ്ങനെ പോവാറില്ല. പിന്നെ ഈ സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഫുഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രഗ്നൻസിയുടെ ആ ഒരു ഇതൊക്കെ വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ എനിക്ക് ബെല്ലി, എൻ്റെ വയറ് വലുതായി വരുന്നില്ല. അത് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ്. കാണുമ്പോൾ ഒരു എന്താ പോലെ ഈ ബേബിയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന നമ്മൾ ബെല്ലിയായിരിക്കും. ആ വയറൊക്കെ കാണാനേ അത് ഒരു നല്ലൊരു ബെസ്റ്റ് പാർട്ടാണ് ഈ പ്രഗ്നൻസിയിൽ. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇത്രയൊക്കെ ആയിട്ടോ ഓരോരുത്തരൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ കൂടുതലൊന്നും ഞാൻ ബാക്കിയുള്ളവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ കൂടുതലൊന്നും ആരും ചോദിച്ചിട്ടില്ല. ഞാൻ ഇതിൽ പറഞ്ഞത് ആർക്കെങ്കിലുമൊക്കെ എനിക്ക് അങ്ങനല്ല, എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരുന്നോ എന്നൊക്കെ ചോദിക്കും. പ്രഗ്നൻസി ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കമ്പയർ ചെയ്യുന്നത്. ആരെയും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. എൻ്റെത് ഞാൻ ജസ്റ്റ് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി സെക്കൻഡ് പ്രഗ്നൻസി എന്ന് കമ്പയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കേട്ടോ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഞാനങ്ങനെ ഡെയിലി ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാറില്ല. കാരണം ഇന്നും എനിക്ക് വയ്യ, എൻ്റെ സ്വരമൊക്കെ ഒരു മാതിരി എന്ന് തന്നെ എനിക്ക് കുറച്ച് ഇപ്പം എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ എല്ലാം ഒന്നും എല്ലാത്തും ഷെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നും അധികം പറയുന്നില്ല. എനിക്ക് ഇപ്പം മൊത്തം വയ്യായിരുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ഇടായിരുന്നത്. അപ്പം എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. അവരുടെ അടുത്തും ഇനി സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.